നമസ്കാരം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മൈസൂർ പാക്കാണ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ 1.5 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, പിന്നെ കടലമാവ് നന്നായി അരിച്ചെടുത്തതാണ്, പിന്നെ 2 കപ്പ് നെയ്യ്, പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി. ആദ്യം നമുക്ക് വേണ്ടത് കടലമാവ് ഒന്ന് വറുത്തെടുക്കണം. അതുകൊണ്ട് ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലമാവ് ഒന്ന് ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഇളക്കണം. ചൂടായിട്ട് നമുക്ക് ഇനി ചൂടാറാൻ ഇട്ട് വയ്ക്കാം. അതിന് ആക്കണം. അപ്പം അതിന് വേണ്ടി നമുക്ക് വെള്ളം വേണം. അപ്പം നമ്മൾ വെള്ളം ഇതിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ഇനി നമുക്ക് 2 കപ്പ് പഞ്ചസാര വേണം. നമുക്ക് മറ്റുള്ള പണികൾ ചെയ്യാം. അത് പാല് രൂപത്തിലായിട്ട് നോക്കാം. ഇത് വറുത്തെടുത്ത കടലമാവാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നെയ്യ് വയ്ക്കാം. നല്ല നാടൻ പശുവിൻ്റെ നെയ്യ്. ഞാൻ കടലമാവ് വറുത്തതും പിന്നെ നെയ്യും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പഞ്ചസാര പാനിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കാം. ഇനി നമുക്കൊന്ന് കടിപ്പിച്ച് ഇളക്കി കൊടുക്കാം. അടി പൊട്ടിച്ചിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിയും. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു നുള്ള് സോഡാപ്പൊടി ഇടാം. ഒരു നുള്ളുണ്ട്.
നന്നായി ഇളക്കി നന്നായി ഒന്ന് ഇളക്കണം. അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ പണിയും നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് എല്ലാതും ഉണ്ടാക്കേണ്ടി വരും. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് നന്നായി ഇളക്കി കൊടുത്താൽ ഉണ്ടയായി വരും. അപ്പോഴാണ് നമ്മൾ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാം. അപ്പം ഏകദേശം ഉരുണ്ട് വരുന്നുണ്ട്. കണ്ട നിലത്ത് പിടിക്കാണ്ട് വല്ല വരണേ ഉരുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് പരറ്റാം. ഞാൻ ആദ്യം നെയ്യ് പരറ്റി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് വയ്ക്കുക. ഞാൻ ഒന്ന് വലുതായി ഒന്ന് കുറുക ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് എല്ലാ സൈഡിലേക്കും ആക്കണം. ഇപ്പം ആയിണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെക്കാം. നന്നായി ഒന്ന് പരത്താം. ഇനി അരമണിക്കൂറും കൂടി ഇത് ഇരിക്കണം. എന്നാൽ നമുക്ക് സ്വാദിഷ്ടമായ മൈസൂർ പാക്ക് കിട്ടും. അത് നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കണം. ഇനി ഇതൊന്ന് അരമണിക്കൂറൊന്ന് ഇരിക്കട്ടെ. ഞാൻ പരന്ന പാത്രത്തിൽ ഒഴിച്ചു എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലൊക്കെ ഒന്ന് ഒഴിക്കുക. പിന്നെ നമുക്ക് ഇത് അരമണിക്കൂർ കഴിഞ്ഞ് കട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്കിതൊന്നും ഇഷ്ടമുള്ള ഷേപ്പിൽ ഒഴിക്കുക. വേണമെങ്കിൽ റൗണ്ടിലായി മുറിച്ചിട്ട് പാൽപ്പേട പോലെ കാക്ക വേണമെങ്കിൽ നമ്മൾ സാധാരണ മൈസൂർ പാക്ക് മുറിക്കുന്ന പോലെ കഴിഞ്ഞാൽ ഇങ്ങനെ കോൽക്കോല് പോലെ അത് മുറിച്ചിട്ട് ഒന്ന് കഴിക്കുക. നമ്മൾ നല്ല കുഴിവുള്ള പാത്രത്തിലാണ് കുറച്ചധികം വേണ്ട പറ്റിക്കോളാം. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ നല്ല സിമ്പിളാവും. അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഞാൻ അതുകൊണ്ട് പരന്ന പാത്രം എടുക്കാൻ. അരമണിക്കൂറായി. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കിയാൽ മതി. ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കഴിച്ചു.